ശശി തരൂർ എവിടെ? അതാണ് ഞാനും ജോണേട്ടൻ്റെ ചോദിക്കുന്നത്. ഈ പുള്ളിക്കാരൻ എവിടെയാണ്? വലിയ ഒരു വിഷയം നടന്നിട്ട് പോലും പുള്ളിയെ കാണുന്നില്ല. അല്ല, എല്ലാവരും അതിനെ അപലപിച്ചു, അനുശോചനം രേഖപ്പെടുത്തി. പക്ഷെ തരൂരിനെ മാത്രം എങ്ങും കാണാനില്ല. അത് നഗരഹൃദയത്തിൽ നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം അവിടെ വരേണ്ടതാണ്, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. 2 വരി അനുശോചന കുറിപ്പെങ്കിലും അദ്ദേഹം എഴുതിയിടേണ്ട ആളാണ്. ക്രിക്കറ്റ് കളി വല്ലതും നടക്കുന്നുണ്ടോ ഇപ്പോൾ എവിടെയെങ്കിലും? ക്രിക്കറ്റ് കളിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തരൂർ ഇനി വരില്ല. സീരിയസ് ആയിട്ട് 15 കൊല്ലമായി തരൂർ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ട് വിരാജിക്കുന്നു. ഈ 5 കൊല്ലം കൂടെ തികയ്ക്കുമ്പോൾ തരൂർ 20 കൊല്ലമാവും. ഇനി തരൂരിന് തിരുവനന്തപുരം ആവശ്യമില്ല. തരൂർ ഈ 15ാമത്തെ കൊല്ലം തികച്ചപ്പോൾ തന്നെ തരൂർ പറഞ്ഞ എന്താണ്? എനിക്കിനി വേണ്ട എന്നാണ് തരൂർ പറഞ്ഞത്. എങ്കിലും തരൂറിനെ പിടിച്ച് പാർട്ടി നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയതാ. ഈ രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവിടെ എന്താണ് നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള പ്രസ്താവന അങ്ങേര് ഇറക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവന ഇറക്കുമ്പോൾ തരൂർ ആ ഏരിയയിലോട്ടേ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മേയർ ഒന്ന് കരയാനെങ്കിലും അവിടെ നിന്നല്ലോ. ഇത്രയും സമയം 48 മണിക്കൂർ എന്താണ് അവിടെ വലിയ. എനിക്ക് തോന്നുന്നു ഈ തരൂർ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തില്ലെന്ന് തോന്നുന്നു. ഇതിലും പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇദ്ദേഹം എവിടെ പോയി? എനിക്കറിയില്ല. ഞാൻ പറയുന്നത് വല്ല ഇപ്പൊ എന്താ കോപ്പ അർജന്റീന, കോപ്പ അമേരിക്ക എന്തോ നടക്കുന്നുണ്ടല്ലോ. അതിന് വല്ലതും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞും പോയി. അതിനുശേഷമാണ് ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നത്. തരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തരൂരിന് നാട്ടുകാരോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു MP കാണണമെങ്കിൽ നമ്മൾ തരൂരിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി. 15 കൊല്ലമായി തരൂർ ഇവിടെ MP ആയിട്ട് വിരാജിക്കുന്നു. ഈ ടേമും കൂടെ ആകുമ്പോൾ തരൂർ 20 കൊല്ലം തികയ്ക്കും. ഈ 20 കൊല്ലത്തിൻ്റെ പെൻഷനുണ്ട്, തരൂറിന് സുഖലോലിപതയുണ്ട്, ആർഭാട ജീവിതമുണ്ട്, എല്ലാമുണ്ട്. തരൂർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ തരൂറിന് വോട്ട് കൊടുക്കുന്നത് ആരാണ്? വോട്ട് കൊടുക്കുന്നത് തീരദേശവാസികളാണ്. ഈ തീരദേശവാസികളുടെ ഏതെങ്കിലും ഒരാവശ്യം തരൂർ നിവർത്തിച്ചു കൊടുത്തതായിട്ട് ജോണേട്ടൻ അറിയാമോ? എനിക്കറിയില്ല. ഞാൻ സാറ്റലൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് തീരദേശത്ത് ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ തീരദേശത്തെ പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് പഠിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് ഓഖി ചുഴലിക്കാറ്റിൻ്റെ വാർത്തയാണ്. അന്നും തരൂറിനെ അവിടെ കണ്ടില്ല. അവിടെ ആകെ വന്നിറങ്ങിയത് പിണറായി വിജയനാണ്. പഞ്ചായത്തിന് ഓട്ടിച്ചു. പിണറായി വിജയനെ അടിച്ചില്ലെന്നേ ഉള്ളൂ. പിണറായി വിജയൻ ഓടി. വന്ന കാറിൽ പോലും പിണറായി വിജയനെ തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെയാണ് പിണറായി വിജയൻ അവിടെ ഓടിയത്. അതിന് മുമ്പ് മേഴ്സിക്കുട്ടി അമ്മ വന്നു. മേഴ്സിക്കുട്ടി അമ്മ വന്നിട്ട് News 18 ചാനലിന് ഒരു ബൈറ്റ് കൊടുത്തു. ഈ തീരദേശം അറിയാമല്ലോ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, സ്നേഹിച്ചില്ലെങ്കിൽ അവർ വെട്ടിക്കൊല്ലും. അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഒരു സ്വഭാവമുള്ള ഒരു ഏരിയയാണ് തീരദേശം. കോവിഡ് സമയത്ത് നമുക്കറിയാം, ഈ പൂന്തറ കടപ്പുറത്തൊക്കെ രക്ഷാപ്രവർത്തകർ അവിടെ വന്നപ്പോൾ, ഈ മെഡിക്കൽ ടീം അവിടെ വന്നപ്പോൾ അവരുടെ നേർക്ക് തുപ്പുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് കൗൺസിലറാണ് എന്നൊക്കെയാണ് അന്ന് CPM പറഞ്ഞ് വരുത്തിയത്. അതിനുശേഷം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നീട് അവിടെ ഈ രക്ഷാപ്രവർത്തകർ വരുമ്പോൾ അവർ പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രശ്നം അങ്ങനെ പോയി. ഈ തീരദേശത്ത് അന്ന് ഞാൻ പറഞ്ഞു വന്ന ഓഖി ചുഴലിക്കാറ്റ് വന്നപ്പോൾ മേഴ്സിക്കുട്ടി അമ്മയാണ് അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി. മേഴ്സിക്കുട്ടി അമ്മ വന്നിട്ട് മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞത്, ഇവർക്ക് ഞാൻ കടലിൽ പോയി സെർച്ച് ചെയ്യാനുള്ള, അതായത് കടലിൽ പോകാനുള്ള ഇവർക്ക് വേണ്ട ഇന്ധനം, മണ്ണെണ്ണ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കടപ്പുറം മുഴുവൻ ഇളവി. അതിനുശേഷം News 18 ചാനലിൽ അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ അവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരാളെ അഭിമുഖീകരിക്കുകയാണ്. ഞാൻ തുടക്കമാണ് അഭിമുഖീകരിക്കുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് നിഷ്കളങ്കത കൊണ്ടാണ്, നിങ്ങൾ 18 ചാനലല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ 18 എന്ന് പറഞ്ഞാൽ. News 18 ആണ് അവർ 18 എന്ന് പറയുന്നത്, 18 ചാനലല്ലേ? ഞാൻ പറഞ്ഞല്ല, ഞാൻ വേറെ ചാനലാണ് എന്ന് പറഞ്ഞു. എങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. അവനെ കാണണമെങ്കിൽ പറയണം. അവനെ കാണണമെങ്കിൽ പറയാൻ നമ്മൾ വച്ചേക്കില്ല. അവൻ ഇല്ലാത്ത വാർത്തയൊക്കെയാണ് കൊടുക്കുന്നത്. മേഴ്സിക്കുട്ടി അമ്മയ്ക്കകത്തോട്ട് കയറാൻ പറ്റിയില്ല, 18 ചാനലിനകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഈ 18 ചാനൽ പിന്നീട് ഈ സ്റ്റിക്കർ ഇളക്കി മാറ്റിയിട്ടാണ് അതിനകത്തോട്ട് കയറിയത്. മനസ്സിലായില്ലേ? സ്റ്റിക്കർ ഇളക്കി മാറ്റിയിട്ടാണ് പിന്നെ അതിനകത്തോട്ട് കയറിയത്. അപ്പം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന സ്ഥാപനത്തിന് പോലും ഇവിടെ ബോണക്കാട് ഒരു വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം നടന്നത്, അത് സർക്കാർ ഒഴിപ്പിക്കാൻ പോയപ്പം നമ്മൾ അവിടെ പോയപ്പോഴും നമുക്കും അടി കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളും ക്യാമറയിലടക്കമുള്ള സ്റ്റിക്കറുകൾ ഇളക്കി മാറ്റിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സുഖകരമായിട്ടുള്ള ഒരു പണിയല്ല. അത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയും ചെയ്യേണ്ട ഒരു പണി തന്നെയാണ്. കാറ്റത്തും മഴയത്തും നമ്മൾ കണ്ടില്ലേ, ആര്യ രാജേന്ദ്രൻ തോട്ടിൽ ജോയ് മുങ്ങിത്താഴ്ന്നപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ബൈറ്റ് എടുക്കുന്നതെന്ന്. മാധ്യമപ്രവർത്തകർ ആ തോട്ടിന്റെ തിട്ടയിൽ കയറി നിൽക്കുകയാണ്. ഒന്ന് കാലി തെറ്റിപ്പോയാൽ നേരെ തോട്ടിലോട്ട് അവർ വീണ് പോകും. അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. അങ്ങനെയാണ് ഇവിടെ മാധ്യമങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഓക്കെ ചുഴലിക്കാറ്റിലാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് വരുന്നത്. അവിടെ ആരും വന്നിട്ടില്ല, ശശി തരൂരും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ അന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മഴക്കാലം വരുമ്പോൾ തീരദേശം ഭയങ്കരമായിട്ട് ചേട്ടാ ദുരിതത്തിലാണ് വരും, കരച്ചിൽ വരും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വീടുകൾ കടലെടുത്തുകൊണ്ട് പോകും, ഇവർക്ക് കിടക്കാനൊരു സാഹചര്യമില്ല. ഇന്നും സുനാമിയുടെ സമയത്ത് എന്താണ് പുനരധിവസിപ്പിക്കാത്ത ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ പല പല സ്കൂളുകളിൽ ഇന്നും ഈ ഭാഗത്തൊക്കെ കിടപ്പുണ്ട്. അത് പ്രത്യേക സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അന്ന് ഞാൻ അവരെ പോയി കണ്ടിരുന്നു. അതായത് 2017, 16, 18 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയി ഇഷ്ടംപോലെ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സാറേ സുനാമിയുടെ സമയത്ത് വീട് തരാമെന്ന് പറഞ്ഞാണ് നമുക്ക്. ഇതൊക്കെ തരൂർ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. അതാണ് എൻ്റെ ചോദ്യം. സുനാമിയുടെ സ്ഥലത്ത് വീട്, ആ സുനാമിയുടെ സമയത്ത് വീട് തരാമെന്ന് പറഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുന്നവരുടെ കൂടെ ഓക്കി ചുഴലിക്കാറ്റിൽ ദുരിതാശ്വാസത്തിലുള്ള ആൾക്കാരെ കൂടെ അവിടെ കൊണ്ടുപോയി. ഈ മഴക്കാലത്ത് വരുമ്പോൾ ഇവർ മുക്കിന് ക്യാമ്പുകൾ തുടങ്ങും. ആ സമയത്ത് സ്കൂളുകളിലാണ് ഇവർ ക്യാമ്പുകൾ, തീരദേശത്ത് സ്കൂളുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങുന്നത്. അങ്ങനെ ക്യാമ്പുകൾ തുടങ്ങുമ്പോൾ അവർ കിടക്കുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ മഴ കഴിയുമ്പോൾ വീണ്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരും. ഇവരുടെ ആവശ്യം ഈ മഴക്കാലത്ത് കടൽ കയറാതിരിക്കാൻ ഒരു പുലിമുട്ട് നമുക്ക് വേണം. ഈ മുതലപ്പൊഴി തൊട്ട് ഇങ്ങറ്റം വരെ പൂന്തറ അവിടെ ഇവിടെയൊക്കെ എല്ലാം ഒരു പുലിമുട്ട് വേണം. ഈ പുലിമുട്ടാണ് സാറേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ പുലിമുട്ട് കെട്ടിക്കൊടുക്കേണ്ടത് ആരാണ്? തരൂർ ഇതിൽ എന്തെങ്കിലും ഒരു സ്വീകരിക്കുന്നുണ്ടോ? എന്നിട്ട് തീരദേശമാണ് തരൂരിന് നിഷ്കളങ്കമായിട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരൂർ ഇത്രയും കാലം ഇവരെ തിരിഞ്ഞു നോക്കാത്ത തരൂർ ഒരു ജോയ് പോയി വരുമെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അയാൾ വരില്ല എന്നതല്ലേ. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു ജോയ് ആക്രി പറക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആരാണ്? ആക്രി പറക്കുന്ന ആളാണ്. ഞാൻ MP ആണ്. ഞാൻ വരില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ MP ആയിട്ട് നിങ്ങളത് മത്സരിക്കാൻ വരുന്നു പോകുന്നില്ല. അയാളുടെ ലക്ഷ്യം വിജയിച്ചു. 20 കൊല്ലം അയാൾ തികച്ച അയാൾ സുഖലോലിപതയിൽ അയാൾ ആറാടും. അയാൾ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ തീരദേശവാസികളെ പോലും തിരിഞ്ഞു നോക്കാത്ത വലിയൊരു സമൂഹമാണ് അവർ. അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു തരൂരാണ് ഇവിടെ ആക്രി പറക്കാനായിട്ട് അതിനകത്ത് ഇറങ്ങിയ ഒരാൾ ഒലിച്ചു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാനായിട്ട് വരുമെന്ന് പറയാം. അതേസമയം ഇവിടെ തോറ്റ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാരപ്പം പറയും അടുത്ത തവണ രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കാനുള്ള പരിപാടിയാണ്. നാണെങ്കിൽ തന്നെ കണക്കായിപ്പോയി. ഇങ്ങനെയുള്ള ഒരു MP നമുക്ക് ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള MP ആവശ്യമുണ്ട്. ഇത് മാത്രമല്ല തീരദേശത്തിന്റെ പ്രശ്നം, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ തീരദേശമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും എണ്ണി നിരത്താനുള്ള കാര്യങ്ങളുണ്ട്. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവരനുഭവിക്കുന്ന പല പല പ്രശ്നങ്ങൾ, അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ, എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയാം. നമുക്കറിയാം ശശി തരൂർ തീരദേശത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയാണ്. അവർക്കൊരു പുലിമുട്ട് പോലും അവർ പറയുന്നത് ഈ അദാനി വിഴിഞ്ഞത്ത് കെട്ടുന്ന പുലിമുട്ടൊന്നുമല്ല. അദാനി വിഴിഞ്ഞത്ത് കെട്ടുന്ന പുലിമുട്ട് ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അത് രസകരമായിട്ട് ഇങ്ങനെ ഒരു ആംഗിളിലാണ് ആ പുലിമുട്ട് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ആംഗിളിൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആംഗിൾ കണ്ടിട്ടില്ലേ? അത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ ആ സംഭവത്തിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം. അത്ര വലിയ സാധനമാണ്. ഈ കടൽ അടിച്ച് കയറുമ്പോൾ ആ കടലിന്റെ ആ ഫോഴ്സ് കുറയ്ക്കാനാണ് പുലിമുട്ടെന്ന് പറയുന്നത്. മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു, ആ ഫോഴ്സ് കുറയ്ക്കാനാണ് പുലിമുട്ടെന്ന് പറയുന്നത്. തങ്കശ്ശേരിയിലൊക്കെ നമുക്ക് അവിടെ കൊല്ലത്ത്. അതെ. ആ പുലിമുട്ട് ഇവർ പറയുന്നത് കരിങ്കല്ല് കൊണ്ടൊരു പുലിമുട്ടെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ സാറേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു തരൂർ വരും. പിന്നെ തരൂർ 15 കൊല്ലമായി. തരൂരിന് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്ന ഇവിടെ തീരദേശത്തുള്ള ആൾക്കാരാണ്. പിന്നെ തരൂരിൻ്റെ ഇത്തവണ തരൂർ ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ തീരദേശത്തോട്ടൊക്കെ പോയപ്പോൾ തരൂർ ഒന്ന് ഇതായി. എങ്കിലും 15,000 വോട്ടിന് തരൂർ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആദ്യം തന്നെ ചെയ്തത് ഈ പൊഴിയൂരൊക്കെ പോയിട്ട് അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. തീരദേശം അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ്. അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിച്ച് പ്ലാന് തയ്യാറാക്കി പ്രോജക്റ്റ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി പുള്ളിക്കാരൻ. അത്രയും കാര്യങ്ങൾ പുള്ളി നടത്തി. എന്നിട്ട് പോലും പക്ഷേ തരൂരിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, തരൂർ ഭയങ്കര കോൺഫിഡൻസ് ആണ് തരൂർ. ഞാൻ തന്നെ ജയിച്ചു പോകും. അല്ല, എനിക്ക് യാതൊരുവിധ തർക്കമില്ല, ഞാൻ ഇവിടെ നിന്ന് ജയിച്ചു പോകും. എനിക്ക് അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തരൂറിന് ഇനി 5 കൊല്ലം, ഞാൻ അപ്പോഴേ പറഞ്ഞാണ്, ഇനി 5 കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ തരൂർ വരാൻ പോകുന്നില്ല ഇങ്ങോട്ടേക്ക്, ഒരു പരിപാടിക്കും വരാൻ പോകുന്നില്ല. ഈ തരൂർ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ജയിക്കുമ്പോൾ ഞാൻ കുഞ്ഞായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്കൂളിൽ തരൂർ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വരുമായിരുന്നു കേട്ടോ, കാരണം ഇനിയും ജയിക്കണമല്ലോ. ഇപ്പൊ ലാസ്റ്റ് ടേമാണ്, പിന്നെ തീരെ നോക്കണം, മത്സരിക്കാനില്ലെന്നാ തരൂർ പറയുന്നത്. ഇനി തീരെ നോക്കണം. പിന്നെ പോലെ തന്നെ പുള്ളി വിശ്വപൗരനാണ്. അതുകൊണ്ട് ഇനി ചെറിയ കാര്യങ്ങളൊന്നും പുള്ളി ഇടപെടാറില്ല. അമേരിക്ക, ഇസ്രായേൽ, പാലസ്തീൻ വിഷയങ്ങൾ പോലുള്ള വിഷയങ്ങളിലൊക്കെ മാത്രമേ പുള്ളി ഇടപെടാറുള്ളൂ. വിശ്വപൗരന്മാരുടെ ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. പുള്ളി ഇവിടെയൊന്നും ഇരിക്കേണ്ട ആളല്ല.
പുള്ളിയെ വല്ല UN മറ്റേ ബാങ്ക് കീ മൂടിയിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പുള്ളിയെ വല്ല മറ്റേ ചന്ദ്രനിലോട്ട് പോകാനുള്ള ആൾക്കാർ പോകുന്ന റോക്കറ്റ് അതിലോട്ട് കയറ്റി വിടേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ നല്ല ആസ്പെക്റ്റ് പറയണം, അങ്ങനെയൊക്കെ വിടണം. കാരണം പുള്ളി കാര്യങ്ങൾ പോയി പഠിച്ചിട്ട് വരട്ടെ. എന്തിനാ പുള്ളി ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആ ഒരു വിമുഖത കാണിക്കുമ്പോഴേ വലിയ വലിയ കാര്യങ്ങൾ അല്ല, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഇടപെടണം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കണം, പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ശരി.